ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ സോസ് നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും അറിയാമെന്നറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കേണ്ട വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ തക്കാളിയാണ് എടുത്തേക്കുന്നത്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശം നമുക്കൊന്ന് ചെത്തിക്കളയാം. എന്നിട്ട് ഞാനിത് ചെറിയ പീസസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. ഈ കട്ട് ചെയ്ത പീസസ് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ തക്കാളി ഇതുപോലെ മുഴുവനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് വെളുത്തുള്ളിയാണ്. ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വലിയ കഷ്ണമായിട്ടാണ് 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയതാണെങ്കിൽ ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ 1 കപ്പിന് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നിടം വരെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിട്ട് കുക്കറൊന്ന് തുറന്ന് നോക്കണം. കുക്കറൊക്കെ നന്നായിട്ട് തണുത്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സറിൻ്റെ ജാറിലോട്ട് നമുക്കിത് മാറ്റാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ തക്കാളിയും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. മിക്സിക്കകത്തിട്ട് അരച്ചെടുത്ത ടൊമാറ്റോ പ്യൂരി നമുക്ക് ഈ അരിപ്പയ്ക്കകത്തിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിലെ തൊലിയും അരിയും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ പ്യൂരി മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു തവിയും കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് തന്നെ ഇത് ടൊമാറ്റോ പ്യൂരി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം വേസ്റ്റൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഈ പാനിൽ നമുക്ക് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതുപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിള വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ഇതിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞിട്ടൊരു പകുതി അളവായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇതിങ്ങനെ കുറച്ച് ഒഴിച്ച് നോക്കണം. അപ്പം വെള്ളം സെപ്പറേറ്റ് ആവാതെ നല്ല കട്ടിക്ക് നിൽക്കുവാണെങ്കിലാണ് സോസിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എത്തുന്നത്. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും കുക്ക് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സോസൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തായിരുന്നു. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് ആയെന്ന് തോന്നുന്നു. നമുക്ക് ആ പാത്രത്തിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ച് നോക്കിയിട്ട് ആ കൺസിസ്റ്റൻസി ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. വെള്ളം ഒന്നും സെപ്പറേറ്റ് ആവാതെ ആ സോസ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റുമാണ്. ഇനി നമുക്കിതൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റാം. അപ്പം ഞാനിത് ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഏകദേശം ഒരു 1.5 കുപ്പിയോളം, ഈ ചെറിയ കുപ്പിക്ക് ഒരു 1.5 കുപ്പി കിട്ടിയിട്ടുണ്ട്. ആകെ 1 കിലോ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്കൊരു 1-2 ആഴ്ചത്തേക്കുള്ള സോസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് സോസ് വെച്ചിട്ട് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? അപ്പം ഞാനൊരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് ക്യാരറ്റ്, അധികം പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ ക്യാരറ്റും കുറച്ച് തക്കാളിയും കുറച്ച് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മല്ലിയിലയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ വീട്ടിൽ തന്നെ സോസൊക്കെ റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾക്ക് മുട്ട ഉണ്ടെങ്കിൽ ഇപ്പം പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ ഉള്ളി മാത്രമാണെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് പിള്ളേർക്കൊക്കെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ മിക്സിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. എരിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് നല്ലതായിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമ്മുടെ ആ മുട്ട മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യാം. നമ്മുടെ ബ്രെഡിലോട്ട് നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മുട്ടയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡിയാണ്. ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നമ്മുടെ സോസിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.